ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വേടനെ ആവശ്യമുണ്ടെന്ന് വേടൻ കരുതുന്നില്ല. ഇനി വേടന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ ആവശ്യമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേടനും അതിന്റെ ആവശ്യമൊന്നുമില്ല. ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാടാ. അങ്ങനെയുള്ളവന് വേറൊരാളുടെയും ആവശ്യമില്ല എന്ന് നമുക്ക് പല സിനിമയിലും ഡയലോഗുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാണ് വേടൻ. അങ്ങനെയുള്ളൊരു വേടന് എന്തിനാണ് ഈ മറ്റുള്ള ആളുകളുടെ ഒരു സഹായം, അല്ലെ മറ്റുള്ള ആളുകളുടെയൊക്കെ ഒരു ഈ പറയുന്ന ഒരു കരുതൽ, എന്തിനാണ്? അതിന്റെ ആവശ്യമൊന്നുമില്ല. വേടനെ ചേർത്ത് പിടിച്ചത് എന്തുകൊണ്ടാണ്? വേടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പിന്നോക്ക സമുദായത്തിൽ പെട്ടവനാണെന്നുള്ളത് ആ ഒരു ചിന്താഗതി ഉള്ളത് കൊണ്ട് തന്നെയും അവനെ അങ്ങ് അടിച്ചമർത്താമെന്നുള്ള ചില ആളുകളുടെ രാഷ്ട്രീയ ഉദ്ദേശം, ആ രാഷ്ട്രീയ ഉദ്ദേശത്തിനെ എതിർക്കുകയാണ് നമ്മളുടെ ഇടതുപക്ഷം വലതുപക്ഷം ഒരേപോലെ ചെയ്തത്. എന്നാൽ അതിനെ മറ്റുള്ള രീതിയിലേക്ക് വളച്ചൊടിച്ചുകൊണ്ട് പല ആളുകളും വ്യാഖ്യാനിക്കാൻ വരുന്നത് വേടൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അല്ലെ ഇടതുപക്ഷത്തിന്റെ ഒരു ചായ്വുള്ള ഒരാളാണ്. ഇടതുപക്ഷത്തിന്റെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടിയോടൊപ്പം, കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടിയോടൊപ്പം ഇഴകലർന്ന് നിൽക്കുന്ന അല്ലെ ഇടചേർന്ന് നിൽക്കുന്ന ഒരാളാണ് വേടൻ എന്നും പറഞ്ഞുകൊണ്ടാണ് ഇവർ ന്യായീകരിക്കാൻ നോക്കുന്നത്.